അസ്സലാമലൈക്കും. മക്കളെ നിങ്ങൾക്കെല്ലാം സുഖമല്ലേ? അതുപോലെ തന്നെ എനക്ക് സുഖം. ഇന്ന് നമുക്കൊരു സാമ്പാറും ചോറും വയ്ക്കാം. പിന്നെ മീനൊന്നും കിട്ടിയിട്ട നമുക്ക് പപ്പടം പൊരിക്കാം, സാമ്പാർ വെക്കാം, പിന്നെ കേബേജ് വറുക്കണം. മോനില്ലതല്ലേ, പച്ചക്കറിയാന്ന് ഓ മീൻ അങ്ങനെ കൂട്ടില്ല, പച്ചക്കറിയാന്ന് ഒരു വേണ്ട. അപ്പോൾ ആ പണി നമുക്ക് തുടങ്ങാം. നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. കായ ചീനച്ചട്ടിയിൽ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് ഇടാം. ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് തേങ്ങ നന്നായി ഒന്ന് വറുക്കാം. നന്നായി പൊരിയട്ട് തേങ്ങ നന്നായി പൊരിഞ്ഞിടാം. നല്ല ഇതിൽ പൊരിഞ്ഞ് വന്നിട്ട് എന്നെ നമുക്കിത് അരക്കാം. ജ്യൂസ് വിശയിലിട്ടിട്ട് അരക്കാം. പിന്നെ നമുക്കിത് ഫസ്റ്റ് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം, എന്നിട്ട് വെള്ളം കൂട്ടാം. എന്നാലും വേഗം അരയും. നന്നായി പൊടിഞ്ഞ് ഇനി നമുക്കിത് കുറച്ച് വെള്ളവും കൂട്ടിയിട്ട് അരച്ചാൽ വേഗം നമുക്ക് അരക്കാം. അരിഞ്ഞ് നല്ല ഈലിതാ അരിഞ്ഞ് നല്ല വറുത്ത പൊടിച്ചോണ്ട് വേഗം അരിഞ്ഞ് സാമ്പാറിന് പരിപ്പ് കുക്കറിലേക്ക് ഇടാം. കുറച്ച് പരിപ്പാണ്, കൂടുതൽ പരിപ്പ് വേണ്ട, കഷ്ണം ഉണ്ടായതുകൊണ്ട് കുറച്ചേ പരിപ്പ് വേണ്ടു സാമ്പാറിന്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഒരു വിസിലടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാം. മറ്റൊരു വിസിലേ ഉള്ളൂ. നന്നായി വെന്ത് പരിപ്പ് വെന്ത് അതിലേക്ക് ഞാൻ വെള്ളരിക്ക, ക്യാരറ്റ്, പച്ചക്കായ, മുരിങ്ങക്കോല്, തക്കാളി, വെണ്ടക്ക, ചേന എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് ഉരുളക്കിഴങ്ങ്, കോയക്ക, ചേന എല്ലാം കൂടി ഞാൻ ഒന്നിച്ച് സാമ്പാർ കഷ്ണം ഇടുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ സാമ്പാറിൻ്റെ പൊടി കലക്കി വെച്ചതാണ് കട്ട പിടിക്കുന്നതിന്, അതും കൂടി കൂട്ടും. ഈ ഉള്ളി ഒരു 8 എണ്ണം ഉണ്ടാവും. ആവശ്യത്തിന് നമുക്ക് ഉപ്പിടാം. പുളി വീഞ്ഞ വെള്ളം അതും കൂടി കൂട്ടി നന്നായി ഒന്നിത് ഇളക്കാം. നമുക്ക് ഉപ്പും കൂടി ഇടാം. നന്നായി ഒന്ന് ഇളക്കി ഒരു വിസിൽ വരുന്നവരെ അടുപ്പത്ത് വെച്ച് വേവട്ടെ. നന്നായി കഷ്ണങ്ങളെല്ലാം ഇടാം. നന്നായി വെന്ത് അതിലേക്ക് നമുക്ക് വറുത്തരച്ച തേങ്ങ ഒഴിക്കാം. ഒരു ചെറിയ തേങ്ങയാണ് വറുത്തത്. ഞാൻ ഒരു തേങ്ങ വറുത്തിട്ട് അരച്ച് നന്നായി ഇത് തിളക്കട്ടെ. സാമ്പാർ നമ്മളിവിടെ റെഡിയായി. ഇനി നമുക്ക് കടുക് വറുത്തിട്ടിടാം. അങ്ങനെ നമുക്ക് സാമ്പാറിന് കടുക് വറുക്കാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. നല്ലോണം കായട്ട് ഇതിലേക്ക് ഞാനിതാ കടുക് ഇടുന്നുണ്ട്. നല്ലോണം കടുക് പൊട്ടിട്ട് ഇതിലേക്ക് തന്നെ ഞാൻ കറിവേപ്പിടുന്നുണ്ട്. സാമ്പാറിൽ ഒഴിക്കുന്നുണ്ട്. നമ്മുടെ സാമ്പാർ റെഡിയായി. കഷ്ണങ്ങളൊന്നും വെന്തുടയാതെ നല്ല കഷ്ണങ്ങൾ കിട്ടിയതിന് നല്ല സാമ്പാറായി. കടുകിട കുറച്ച് കരിയാകുമ്പോൾ നമ്മളത് അടിപൊളി ചോറ്, സാമ്പാർ, കേബേജ് വറവ്, ഉണക്ക് ചമ്മന്തി, പപ്പട എല്ലാം കൂട്ടിയിട്ട് ഞങ്ങൾ ചോറ് വയ്ക്കിട്ട്
കേബേജ് വറവിത, മക്കൾക്ക് വേണ വാ നമുക്ക് നല്ല സാമ്പാറും ഉണക്കി ചമ്മന്തി തന്നെ മതി ചോറിന്. എന്നാലും നമുക്ക് സാമ്പാറും കാബേജ് വറവ് പപ്പടം വെച്ചെല്ലാം ഉണ്ട്. ഒന്ന് നോക്കട്ടെ. ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ എൻ്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ഇടണം, കമൻറ്റ് ഇടണം. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരാം. അസ്സലാമു അലൈക്കും.